ഷമീൻ, ലാലി ജെയിംസിനെതിരെ പാർട്ടി സ്വീകരിച്ച ഉചിതമായ നടപടി എന്ന പ്രതികരണമാണ് തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനിൽ നിന്ന് ഉണ്ടായത്. തനിക്കെതിരായ ആരോപണങ്ങളിൽ മറുപടി പറയുന്നില്ല. ലാലി ജെയിംസിന്റെ ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി പറയുമെന്നും നിജി പറഞ്ഞു. നോ കമന്റ്സ്. കാരണം ഇതെല്ലാം തീരുമാനിക്കുന്നത് നേതൃത്വമാണ്, ലീഡർഷിപ്പാണ്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ലീഡർഷിപ്പ് തീരുമാനിക്കും. അതിൻ്റെ നടപടികൾ ഇപ്പോൾ തുടങ്ങി വെച്ചു. നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്നും പ്രതികരിക്കാനില്ല. പാർട്ടി എല്ലാ കാലത്തും ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളിലും എടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിലും അതുപോലെ തന്നെയാണ്. MS ലിഷോയിയാണ് തൃശ്ശൂരിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. ലിഷോയി, കോൺഗ്രസിലെ കടുത്ത ഗ്രൂപ്പിസം കൊണ്ട് പാർട്ടിയാകെ തകർന്നു പോയ ഒലിച്ചുപോയതാണ് കൊല്ലത്തും തൃശ്ശൂരിലുമൊക്കെ. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോഴിതാ ഒരു തിരികെ വരുന്നു എന്ന തോന്നൽ, അത്തരം ഒരു ആത്മവിശ്വാസം അണികൾക്കിടയിൽ ഉണ്ടാകുന്നതിലാണ് വലിയ പണപ്പട്ടി ആരോപണം ഉൾപ്പെടെ ഉണ്ടാകുന്നത്. നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നു? ഏത് തരത്തിലാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? ലാലി ജെയിംസിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് നേതൃത്വം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. DCC പ്രസിഡന്റ് ആയാലും മറ്റ് മുതിർന്ന നേതാക്കളായാലും ആരും തന്നെ ലാലി ജെയിംസിനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ നേരിയ തോതിലെങ്കിലും ലാലിയെ അനുകൂലമായി സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. മാത്രമല്ല, മേയർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി, പുതിയ മേയർ അധികാരമേറ്റു. ഇനിയും ഇത്തരത്തിലുള്ള തർക്കങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതേസമയം തന്നെ ഇവിടെ ഇത്രയും വലിയ പൊട്ടിത്തെറികളൊക്കെ തന്നെ ഉണ്ടായത് ജനങ്ങൾ ഇത്രയും വലിയ വിജയം നൽകിയിട്ടും എന്തുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ഒരു പരസ്പരം പോരടിക്കാത്ത രീതിക്ക് ഒരു സമവായത്തിൽ എത്തിക്കൊണ്ട് ഒരു മേയറെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നു. അത് പ്രത്യേകം ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള നിലപാട് തന്നെയാണ് പൊതുവായി ഉള്ളത്. എന്തായാലും ലാലി ജെയിംസ് നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്താലും താൻ കോൺഗ്രസ്സുകാരിയായി തന്നെ നിലയുറപ്പിച്ച് നിൽക്കും എന്നുള്ളത് തന്നെ പറയുമ്പോൾ, അതേസമയം പുതിയ മേയർ ഉചിതമായ നടപടി തന്നെയാണ് ലാലിക്കെതിരെ എടുത്തിരിക്കുന്നത് എന്നുള്ള കൃത്യമായൊരു നിലപാടും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തർക്കങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും കൂടുതൽ വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ കൂടുതൽ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തും. കോൺഗ്രസിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ വലിയ ദോഷകരമായി തന്നെ ബാധിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പോഴും പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കാനായി നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.